ഈ നാരായണിയും ബഷീറും ഒരു 2D വേൾഡിലാണ്. പെട്ടെന്ന് അവരുടെ ഇടയിലേക്ക് ഒരു മതിൽ വരികയാണ്. ഇനി അവർക്ക് തമ്മിൽ തമ്മിൽ കാണാൻ കഴിയില്ല. പക്ഷേ നമുക്ക് അവരെ കാണാൻ കഴിയും. കാര്യം എന്താ? കാര്യം 3D വേൾഡിൽ നിന്നുമാണ് നമ്മൾ ആ 2D വേൾഡിലുള്ള അവരെ നോക്കുന്നത്. നമുക്ക് ആ മതിലിന് എത്രത്തോളം തിക്നെസ് ഉണ്ടെന്ന് വരെ അറിയാം. അങ്ങനെയാണെങ്കിൽ ഫോർത്ത് ഡയമെൻഷനിൽ നിന്ന് വരുന്ന ഒരു സാങ്കല്പിക ജീവിക്ക് ഒരു കോഴിമുട്ടയുടെ പുറന്തോട് പൊട്ടിക്കാതെ അതിനകത്തുള്ള മഞ്ഞക്കരു എടുക്കാൻ കഴിയും. അതായത് ഫോർത്ത് ഡയമെൻഷനിൽ നിന്നുള്ള ഒരു ഡോക്ടർക്ക് 3 ഡയമെൻഷനിൽ ജീവിക്കുന്ന നമ്മുടെ ശരീരത്തിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് കാണാനും വേണമെങ്കിൽ ശരീരത്തിനകത്തുള്ള ഒരു ട്യൂമറിനെ പുറത്തുനിന്ന് യാതൊരുവിധ മുറിവും ഉണ്ടാക്കാതെ അത് സർജറി ചെയ്ത് റിമൂവ് ചെയ്യാൻ കഴിയും. ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് MRI പോലെയുള്ള ഡിവൈസുകൾ ഈ തലയ്ക്കകത്തിരിക്കുന്ന ബ്രെയിനിൻ്റെ സ്കാൻ എടുക്കാൻ പറ്റുന്ന കണ്ട് അത്ഭുതപ്പെടും നമ്മൾ. അങ്ങനെ MRIയുടെ വർക്കിംഗ് പറയുന്നതിനെക്കുറിച്ച് ആലോചിച്ചതാണ് ഈ വീഡിയോ. പക്ഷേ MRI കുറിച്ചുള്ള വളരെ മനോഹരമായ ആനിമേഷൻ വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്രെയിൻ സ്കാനെ കുറിച്ചിട്ടാണ്. ആർത്തവ വിരാമം, മെനോപോസ്, അതിന് മുമ്പും ശേഷവുമുള്ള ബ്രെയിൻ സ്കാനാണ്. ഈ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണിനെ നമ്മൾ എപ്പോഴും അസോസിയേറ്റ് ചെയ്യുന്നത് റീപ്രൊഡക്ഷനുമായിട്ടാണ്. പക്ഷേ ഈസ്ട്രജനിൽ ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ ബ്രെയിന് അർജുൻ റെഡ്ഡിയെ പോലെ ഇമോഷണലായിട്ട് പറയും, ഐ വിൽ ബി ദ മോസ്റ്റ് അഫക്റ്റഡ് പേഴ്സൺ. കാര്യം ഈസ്ട്രജൻ ബ്രെയിനിലെ ന്യൂറോൺസിനെ കൊണ്ട് ഗ്ലൂക്കോസിനെ എനർജി ആക്കാനായിട്ട് പുഷ് ചെയ്യും. അപ്പോൾ ഈ മെനോപോസിൻ്റെ ടൈമിൽ ഈസ്ട്രജൻ ഉണ്ടാകുന്ന പെട്ടെന്നുള്ളൊരു കുറവ് ബ്രെയിനിലൊരു ടെമ്പററി എനർജി ഡെഫിസിറ്റിന് കാരണമാകും. ഈസ്ട്രജൻ്റെ കുറവ് ഹൈപ്പോതലാമസിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നതിൽ പ്രശ്നമുണ്ടാകും. ഈസ്ട്രജൻ്റെ കുറവ് ബ്രെയിൻ സ്റ്റെമിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഉറക്കത്തിന് പ്രശ്നമുണ്ടാകും. ഈസ്ട്രജൻ്റെ കുറവ് അമിഗ്ഡലെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ആങ്സൈറ്റി, മൂഡ് സ്വിങ്സ് ഇതിനൊക്കെ കാരണമാകും. പക്ഷേ ബ്രെയിനിൽ ഇത്രയധികം മാറ്റങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായാലും തൻ്റെ ദീർഘകാല സുഹൃത്തായ ഓവറീസിനോട് ബ്രെയിൻ പറയുന്നതായിരിക്കും, നീ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫേസിൽ കൂടെ കടന്നു പോവാണ്. എനിക്ക് പെട്ടെന്ന് ചില കാര്യങ്ങൾ സംഭവിച്ചു, പക്ഷേ ഞാൻ അതിനെ ഫിഗർ ഔട്ട് ചെയ്യും. ഞാൻ പുതിയ വഴികൾ കണ്ടെത്തും. എനിക്ക് കുറച്ച് സമയം മതി അഡാപ്റ്റ് ആവാൻ. നീ അതൊന്നും ആലോചിച്ച് ബോധേഡാവരുത്. അപ്പോൾ ഓവറീസ് തിരിച്ചു പറയും, താങ്ക്സ് ഫോർ ദ അണ്ടർസ്റ്റാൻഡിങ്. ആ അണ്ടർസ്റ്റാൻഡിങ്ങിന് ഒരു കുറച്ചുണ്ടായാൽ മതി നമുക്ക്.